ഉച്ചയ്ക്ക് ഞാനും പാറും കൂടെ കഴിക്കാനിരിക്കുകയാണ്. പാറുവാണെങ്കിൽ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ വിചാരിച്ചു ചോറെല്ലാം ഒന്ന് എടുത്ത് വെച്ചിട്ട് രണ്ടുപേരും കൂടെ കഴിക്കാൻ തുടങ്ങാമെന്ന്. അപ്പോൾ എൻ്റെ പാത്രം തുറന്ന് എല്ലാം എടുത്ത് വയ്ക്കാം. തുറന്ന് നോക്കുമ്പോൾ 2 മീൻ വറുത്തത്, നല്ല 2 വറ്റയുടെ 2 കഷ്ണം എടുത്ത് വറുത്തിട്ടുണ്ടായിരുന്നു. 2 കഷ്ണം മീൻ വറുത്തുണ്ടായിരുന്നു. അപ്പോൾ ഒരെണ്ണം അവക്കും ഒരെണ്ണം എനിക്കൂടെ. അതിൻ്റെ കൂടെ കുറച്ച് സവോള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. സവോള നല്ല ടേസ്റ്റാണ്. ഈ വറുത്ത മീനിൻ്റെ കൂടെ സവോള ചേർത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. കുറച്ച് അവക്കൂടെ കൊടുത്തു. സവോള അരിഞ്ഞത്, പിന്നെ ചോറ് പതുക്കെ പാത്രത്തിലോട്ട് ഞാൻ നീക്കി വെക്കട്ടെ. ചോറ് ഞങ്ങൾ ഈ കുത്തരി ചോറാണ് വെക്കുന്നത്, കാരണം ഷുഗർ കൺട്രോൾ ചെയ്യുമെന്നൊക്കെ ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ നമ്മുടെ റോസ് അരി ഉണ്ടല്ലോ അതാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഒരു തോരൻ വേണമല്ലോ. ഇന്നത്തെ തോരനൊരു പ്രത്യേകതയുണ്ട് കേട്ടോ. നിങ്ങൾ ചീരച്ചേമ്പെന്ന് കേട്ടില്ലേ? ചീരച്ചേമ്പ് നമ്മുടെ വീട്ടിലുണ്ട് അത് കേട്ടോ. അത് നല്ല ചെറുതായിട്ട് അരിഞ്ഞിട്ട് കുറച്ച് പിച്ചി വെച്ചിട്ടുണ്ട്. നാളത്തേക്ക് മിക്കവാറും അതൊക്കെ കാണും. അപ്പോൾ ചീരച്ചേമ്പ് അതിൽ കുറച്ച് പരിപ്പൊക്കെ ചേർത്തിട്ട് ഇങ്ങനെ തോരൻ വയ്ക്കും. നല്ല ടേസ്റ്റാണ്. ഭയങ്കര ഗുണമുള്ളൊരു സംഭവമാണ് ചീരച്ചേമ്പ്. യൂട്യൂബിലൊക്കെ അടിച്ച് നോക്കാൻ നിങ്ങൾക്ക് അറിയാം ചീരച്ചേമ്പിനെ പറ്റി. സാധാ ചേമ്പ് ആൾക്കാർ പറയും ചേമ്പലയൊക്കെ തോരൻ വെക്കും ചൊറിയും. അതൊന്നും നല്ല ചൊറിച്ചിലൊന്നുമില്ല, നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ വെറുതെ വിഷമടിച്ച പച്ചക്കറി ഒന്നും കഴിക്കാതെ ഇങ്ങനെയുള്ള ഇലവർഗ്ഗങ്ങളൊക്കെ കഴിക്കാമെങ്കിൽ വളരെ നല്ലതാണ് ചീരച്ചേമ്പ്. പിന്നെ കുറച്ച് മീൻകറി ഇല്ലാതെ എന്താഘോഷം. ഇച്ചിരി മീൻകറി നമ്മൾ ആ വറ്റയുടെ 2-3 കഷ്ണം എടുത്ത് ഞാൻ തേങ്ങ അരച്ച് കറി വെച്ചിട്ടുണ്ടായിരുന്നേ. ഒരു തേങ്ങാക്കറി, വറ്റയുടെ തേങ്ങാക്കറി. രാവിലെ അണ്ണം പോയി വാങ്ങിച്ചുകൊണ്ട് വന്ന് ഞാൻ വറ്റ, അതിൻ്റെ തേങ്ങാക്കറി. അവളുടെ ചോറും കൂടെ എടുക്കാവേ. അവളുടെ ചോറ് അവർ ഷഷ്ടി ആയിരുന്നല്ലോ. അപ്പം മീൻ മേടിക്കാതെ കുറേ ദിവസം മീനൊന്നും ഇല്ലാതിരുന്നുകൊണ്ടായിരിക്കും പുള്ളിക്കാരത്തി നന്നായിട്ട് മീനുണ്ടെന്നാണ് തോന്നുന്നത്. മീൻ കറിയാന്ന് പറയുന്നത് കേട്ട പാത്രത്തിൽ. അപ്പം കക്ഷി ശരിക്കും കുറേ ദിവസമായിട്ട് മീൻ നന്നായിട്ട് അവൾ കഴിച്ചിട്ടില്ല. അവരുടെ വീട്ടിൽ മീൻ ഈ ഷഷ്ടി വ്രതം ആയതുകൊണ്ട് മീൻ മേടിക്കാഞ്ഞതുകൊണ്ട് തന്നെ അതുകൊണ്ട് അവൾ നല്ല രീതിയിൽ മീൻ കൊണ്ടുവന്നിട്ടുണ്ട്. അതും മീൻ കറിയാണെന്ന് അവൾ പറഞ്ഞു. അത് തന്നെ അയിലക്കറി എന്ന് പറഞ്ഞു. അയില തേങ്ങ അരച്ച് വെച്ചത്. സംഭവം മൊത്തത്തിലൊരു മീൻ മയമാണിന്ന്. അത് മത്തി മുളക് വെച്ചത്. അപ്പം മൊത്തത്തിൽ മീൻ കറിയാണ് കേട്ടോ. മുളക് വെച്ച മത്തിക്കറി. അത് കുറച്ച് അവൾക്ക് ഒഴിച്ച് കൊടുക്കുക. എനിക്കെല്ലാം കൂടെ മീൻ വേണ്ട. പിന്നെ നമ്മുടെ അച്ചാർ ഞാനാണെങ്കിൽ ഇച്ചിരി മത്തി അച്ചാറുണ്ടായിരുന്നു. നമ്മളത് ഉപയോഗിച്ചുകൊണ്ടിരുന്നതായിരുന്നു. ഇത് തീരാറായി. പക്ഷേ ഇനിയിപ്പോൾ ഇത്രയും മീനിരിക്കുമ്പോൾ ഞാൻ എങ്ങനെയാണ് മത്തി അച്ചാർ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. സത്യം പറയാമല്ലോ, നമ്മുടെ അച്ചാറെന്നല്ല, നിങ്ങൾ എവിടെ നിന്ന് വേണമെങ്കിലും മത്തി അച്ചാർ വാങ്ങിച്ച് കഴിക്കാൻ ശ്രമിക്കണം. നല്ല ടേസ്റ്റാണ്. മത്തിക്കൊരു പ്രത്യേക ടേസ്റ്റാണ് അച്ചാർ ഇട്ട് കഴിയുമ്പോൾ. അതുകൊണ്ട് തന്നെ ഞാൻ നാരങ്ങ അച്ചാർ എടുത്തേ. കുറച്ച് നാരങ്ങ അച്ചാർ വെക്കാം. നാരങ്ങ അച്ചാർ ഞാനെല്ലാം നല്ലതെന്ന് പറയുന്നത് ശരിയല്ലല്ലോ. അപ്പം ഞങ്ങൾക്ക് ഇഷ്ടമാണ് നാരങ്ങ അച്ചാർ. നല്ല മണം വന്ന് തുറക്കുമ്പോൾ ഉള്ള ആ മണം ഉണ്ടല്ലോ, എൻ്റെ അമ്മോ, അതെന്തോ ആയാലും ആ നല്ലെണ്ണയുടെയൊക്കെ മണം, അത് നല്ല മണമാണ്. അത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. നാരങ്ങ അച്ചാർ കുറച്ച് അറ്റത്ത് വെച്ചാൽ, കാരണം ഇത്രയും മീനൊക്കെ ഉണ്ടായതുകൊണ്ട് അതിൻ്റെ കൂടിച്ച് നാരങ്ങച്ചാറായിരിക്കും ബെസ്റ്റ്. അത് ആദ്യം ഞങ്ങൾ ഇച്ചിരി മീനച്ചാർ എടുക്കാമെന്നൊക്കെ. അപ്പോൾ അവൾ പറഞ്ഞ് എനിക്ക് മീനയച്ചു. അപ്പോൾ മൊത്തം മീനെല്ലാം അവിടെ കഴിക്കുമ്പോൾ ഒരുമാതിരി ചെടിക്കത്തില്ലേ. അപ്പോൾ അത് വേണ്ട, നാരങ്ങ അച്ചാറാക്കാമെന്ന് വിചാരിച്ച്. അങ്ങനെ ഞങ്ങൾ ഇന്നൊരു ബോട്ടിലെടുത്ത് പൊട്ടിച്ചതാണ്. ഇനി തീരുന്നിടം വരെ നാരങ്ങ അച്ചാറും മാങ്ങാച്ചാർ വേറൊരെണ്ണം ഇരിപ്പുണ്ട്. ഇതൊക്കെ ഇങ്ങനെ മാറിയും തിരിഞ്ഞ് ഞങ്ങൾ ഉപയോഗിക്കും. അപ്പം ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ ലഞ്ച്. മാങ്ങാച്ചാറോ നാരങ്ങാച്ചാറോ എന്തെങ്കിലുമൊക്കെ അച്ചാറുകളൊക്കെ വേണമെങ്കിൽ നമുക്ക് ഞങ്ങളുടെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. നമ്പർ ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ആവശ്യമുള്ളവർ ഞങ്ങളെ വിളിക്കുക. ഇച്ചിരി അച്ചാറൊക്കെ കൂട്ടി ചോറ് കഴിക്കുന്നത് പോലൊരു രസം വേറെ വല്ലതും ഉണ്ടോ? അപ്പം ആവശ്യമുള്ളവർ വിളിക്കുക. ഓർഡർ അനുസരിച്ച് ഞങ്ങൾ എത്തിച്ചു തരുന്നതായിരിക്കും. ഓക്കേ.